കൊല്ലം കുണ്ടറ പടപ്പക്കരയിൽ വീട്ടമ്മയെ മരിച്ച നിലയിൽ കണ്ടെത്തി. കുണ്ടറ സ്വദേശി പുഷ്പലതയാണ് മരിച്ചത്. കൊലപാതകമാണെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. തലയ്ക്ക് പരിക്കേറ്റ പുഷ്പലതയുടെ അച്ഛൻ ആന്റണിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വിവരങ്ങളുമായി പ്രശാന്ത് ചേരുന്നു. പ്രശാന്ത്, പോലീസ് തന്നെ പറയുന്നു ഇത് കൊലപാതകമാണ് എന്ന്. മാത്രമല്ല, നിരന്തരം ഈ പുഷ്പലതയുടെ അച്ഛനെയും ഈ കൊലപാതകി ഉപദ്രവിക്കുന്നതായിട്ടും പരാതി ഉയർന്നിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. എന്താണ് വിശദാംശങ്ങൾ പ്രശാന്ത്? അനിൽ നമ്പ്യാർ, കൊല്ലം കുണ്ടറ പടപ്പക്കര സ്വദേശി പുഷ്പവിലാസത്തിൽ പുഷ്പലതയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. അതായത് പുഷ്പലതയുടെ മകൾ ഫോണിൽ വിളിച്ചിട്ട് കിട്ടാത്ത സാഹചര്യത്തിൽ അയൽവാസിയോട് ആ വീട്ടിൽ ചെന്ന് അന്വേഷിക്കാൻ പറഞ്ഞപ്പോഴാണ് ഇത്തരത്തിൽ മരണപ്പെട്ട നിലയിൽ കാണപ്പെട്ടത്. അതുപോലെ തന്നെ പുഷ്പലതയുടെ അച്ഛൻ 75 വയസ്സുള്ള ആന്റണിയെ തലയ്ക്ക് ഗുരുതര പരിക്കോടെ കാണപ്പെടുകയും ചെയ്തു. ആന്റണിയെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പ്രവേശിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിൽ പോലീസിന്റെ ഒരു പ്രാഥമിക നിഗമനം എന്ന് പറയുന്നത് കൊലപാതകം എന്ന് തന്നെയാണ്. അതായത് പുഷ്പലതയുടെ മകൻ അഖിൽ നിരന്തരം ഇവരെ ഉപദ്രവിക്കുമായിരുന്നു എന്നാണ് ഈ പ്രദേശവാസികളടക്കം പറയുകയും ചെയ്യുന്നത്. നേരത്തെ തന്നെ ഈ പോലീസിൽ ഇതുമായി ബന്ധപ്പെട്ട അഖിലിനെതിരെ ഒരു പരാതി ലഭിച്ചിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് വീട്ടിലെത്തി അഖിലിനെ താക്കീത് നൽകി വിട്ടതായും പറയപ്പെടുന്നുണ്ട്. എന്തായാലും ഈ അഖിലിനായുള്ള തിരച്ചിൽ ഇപ്പോൾ പോലീസ് നടത്തിയിരിക്കുകയാണ്. പുഷ്പലതയുടെ മൃതദേഹം ജില്ലാ ആശുപത്രിയിലുള്ള മോർച്ചറിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ പുഷ്പലതയുടെ അച്ഛൻ ആന്റണിയെ തിരുവനന്തപുരത്ത് മെഡിക്കൽ കോളേജിലും പ്രവേശിപ്പിച്ചിട്ടുണ്ട്. എന്തായാലും ഗുരുതരമായ പരിക്കോട് കൂടിയാണ് മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിക്കുന്നത്. ഈ അഖിലിനായുള്ള തിരച്ചിൽ പോലീസ് ഊർജിതമാക്കിയിട്ടുണ്ടെന്നാണ് നിലവിൽ ലഭിക്കുന്ന വിവരം. കൊല്ലം കുണ്ടറ പടപ്പക്കരയിൽ വീട്ടമ്മയെ മരിച്ച നിലയിൽ കണ്ടെത്തി. കുണ്ടറ സ്വദേശി പുഷ്പലതയാണ് മരിച്ചത്. കൊലപാതകമാണെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. തലയ്ക്ക് പരിക്കേറ്റ പുഷ്പലതയുടെ അച്ഛൻ ആന്റണിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കൊല്ലത്ത് നിന്ന് പ്രശാന്താണ് വിവരങ്ങൾ നൽകിയത്.